ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ഈ ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്, അടുത്ത ഭാഗമാണ്. അതായത് ഷേപ്സ് ഓഫ് മോളിക്യൂൾ. അപ്പോൾ ഒരു മോളിക്യൂളിലെ ബോണ്ടിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ആറ്റങ്ങളുടെ സ്പേസിലുള്ള നിശ്ചിത രീതിയിലുള്ള ക്രമീകരണമാണ് ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത്. അപ്പോൾ ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ മീൻസ് വാട്ട്? ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ മീൻസ് വാട്ട്? ദ ഡെഫിനിറ്റ് റിലേറ്റീവ് അറേഞ്ച്മെന്റ് ഓഫ് ബോണ്ടഡ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ദാറ്റ് ഈസ് കോൾഡ് ഷേപ്പ് ഓഫ് മോളിക്യൂൾ. The definite relative arrangement of bonded atoms in a molecule is known as geometry or shape of molecule. The two famous scientists, Sidgwick and Powell, proposed a simple theory based on the repulsive interactions of the electron pairs on the valence shell of the atoms. സിഡ്വിക്ക്, പവൽ എന്നീ രണ്ട് സയന്റിസ്റ്റ് ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ആ തിയറി ബേസ് ചെയ്യുന്നത്, അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഒരു മോളിക്യൂളിലെ വാലൻസ് ഷെല്ലിലുള്ള ആറ്റങ്ങൾ തമ്മിലുള്ള റിപ്പൾസീവ് ഇന്ററാക്ഷനെയാണ്. ഓക്കെ, സിഡ്വിക്കും പവലും കൂടി പ്രപ്പോസ് ചെയ്ത മുന്നോട്ട് വെച്ച തിയറിയാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. അതിന്റെ ഷോർട്ട് ഫോം ആണ് VSEPR തിയറി. ഓക്കെ, അപ്പോൾ ഈ VSEPR തിയറി പറയുന്നത് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് ആ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള സെൻട്രൽ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു VSEPR തിയറി, ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ് അപ്പോൺ the number of electron pairs present in the valence shell of a central atom. ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണമാണ് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് എന്നാണ് VSEPR തിയറി പറയുന്നത്. നമുക്ക് നോക്കാം the important postulates of VSEPR theory. The first postulate: the shape of a molecule depends upon the number of electron pairs, bond pair and lone pair around the central atom in a molecule. This is the point. Second postulate: the electron pairs surrounding the central atom repel each other. As a result, the electron pairs try to stay as far apart as possible to acquire a state of minimum repulsion or maximum stability. ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയർസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ക്ലൗഡ് എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. നമുക്കറിയാം, ഒരു മോളിക്യൂൾ മോർ സ്റ്റേബിൾ ആകണമെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് മാക്സിമം ആകണം, അതായത് റിപ്പൾസീവ് ഫോഴ്സ് മിനിമം ആകണം. അപ്പോൾ ഈ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ചെയ്യുന്നു. അങ്ങനെ ഈ ഇലക്ട്രോൺ പെയർസ് പരമാവധി അകലത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ മാത്രമേ റിപ്പൾസീവ് ഫോഴ്സ് മിനിമൈസ് ചെയ്ത് ആ മോളിക്യൂളിന് മോർ സ്റ്റേബിൾ ആകാൻ പറ്റൂ എന്നാണ് VSEPR തിയറി പറയുന്നത്. ഓക്കെ, അതാണ് the second postulate. The electron pairs surrounding the central atom repel each other. സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയർസ് പരസ്പരം റിപ്പൽ ചെയ്യുന്നു. Yes, as a result, the electron pairs try to stay as far apart as possible to acquire a state of minimum repulsion or maximum stability. Okay, അങ്ങനെ ഈ ഇലക്ട്രോൺ പെയർസ് പരമാവധി അകലത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഓക്കെ,
എന്തിനു വേണ്ടി? യെസ്, റിപ്പൾസീവ് ഫോഴ്സ് മിനിമം ആയ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി മാക്സിമം ആയ ഒരു അവസ്ഥ കൈവരിക്കാൻ വേണ്ടി. പിന്നെ പറയുന്നത് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഡിക്രീസസ് ഇൻ ദ ഓർഡർ. എൽ പി ലോൺ പെയറും ബി പി ബോണ്ട് പെയറുമാണ്. ഓക്കെ, റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഏറ്റവും കൂടുതൽ ലോൺ പെയറും തമ്മിലാണ് സ്ട്രോങ് റിപ്പൽഷൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ, അത് കഴിഞ്ഞാൽ ബോണ്ട് പെയറും തമ്മിലാണ് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഡിക്രീസസ് ഇൻ ദ ഓർഡർ ലോൺ പെയർ ബോണ്ട് പെയർ ആൻഡ് ബോണ്ട് പെയർ. ഓക്കെ, തേർഡ് പോസ്റ്റേറ്റ് പറയുന്നത് the presence of lone pairs of electron in addition to bond pair causes certain distortion in the regular shape of molecules. ഒരു മോളിക്യൂളിൽ ലോൺ പെയറിനെ കൂടാതെ ബോണ്ട് പെയർ ഉണ്ടെങ്കിൽ ആ മോളിക്യൂളിന്റെ റെഗുലർ ഷേപ്പിൽ ശരിക്കും ആ മോളിക്യൂള് എക്വയർ ചെയ്യേണ്ട ഷേപ്പിൽ ചില ഡിസ്റ്റോർഷൻ മീൻസ് ചില വ്യതിയാനം ഉണ്ടാകുന്നു, മാറ്റം ഉണ്ടാകുന്നു എന്നാണ് BSEPR തിയറി പറയുന്നത്. ഓക്കെ, യെസ്. ആൻഡ് ദ ലാസ്റ്റ് postulate, after repulsion the electron pairs around the central atom directed towards a preferred position in space to acquire definite geometry. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ റിപ്പൾസീവ് ഫോഴ്സിന് ശേഷം, ഓക്കെ, ഈ റിപ്പൾഷന് ശേഷം സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയർസ് സ്പേസിൽ ചില നിശ്ചിത ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ടു അക്വയർ ഡെഫിനിറ്റ് ജോമെട്രി, ഒരു നിശ്ചിത ഷേപ്പ്, ഡെഫിനിറ്റ് ജോമെട്രി എക്വയർ ചെയ്യാൻ വേണ്ടി, കൈവരിക്കാൻ വേണ്ടി റിപ്പൽഷന് ശേഷം ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയർസ് എന്ത് ചെയ്യുന്നു? സ്പേസിൽ ചില പ്രിഫേർഡ് പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു എന്നാണ് BSEPR തിയറി പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പോസ്റ്റുലേറ്റ് പറഞ്ഞത് മാത്രമാണ്. ഇനി നമുക്ക് ഓക്കെ, ഈ BSEPR തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് മോളിക്യൂൾസിന്റെ ഷേപ്പിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. ഷേപ്സ് ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്ൻ ബോണ്ട് പെയർസ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ദ BSEPR തിയറി. BSEPR തിയറിയുടെ അടിസ്ഥാനത്തിൽ ബോണ്ട് പെയർ മാത്രമുള്ള മോളിക്യൂൾസിന്റെ ഷേപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ശ്രദ്ധിക്കുക, BeCl2 ആണ്. ബെർലിയം ക്ലോറൈഡ് അല്ലെ. BeCl2 സെൻട്രൽ ആറ്റം ഏതാ? ബെർലിയം ആണ്. നമുക്കറിയാം ബെർലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 4 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,2 ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ബെർലിയത്തിന്റെ ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 2 അല്ലേ. അപ്പൊ ബെർലിയം എന്ത് ചെയ്തു? 2 ക്ലോറിൻ ആറ്റവുമായി കമ്പൈൻ ചെയ്തു by sharing its 1 electron. Okay, yes. അപ്പൊ ഇവിടെ BeCl2 സെൻട്രൽ ആറ്റമായ ബെർലിയത്തിന് ചുറ്റും എത്ര പെയർ ഇലക്ട്രോൺസ് ഉണ്ട്? 2 pairs ഇലക്ട്രോൺസ് ഉണ്ട്. In BeCl2 the central beryllium atom is surrounded by 2 bond pairs. Okay, BeCl2 സെൻട്രൽ ബെർലിയം ആറ്റത്തിന് ചുറ്റും 2 ബോണ്ട് പെയർസ് ഇലക്ട്രോണുകൾ ഉണ്ട്. യെസ്, അപ്പോ നോക്കുക. BSEPR തിയറി പറയുന്നത് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിക്കുന്നത് ആ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണമാണ്. അപ്പൊ BeCl2 ഷേപ്പ് തീരുമാനിക്കുന്നത് BeCl2 സെൻട്രൽ ആറ്റമായ ബെർലിയത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഈ 2 ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോണുകളാണ്. ഇവിടെ നമുക്ക് BSEPR തിയറിയിലെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് അപ്ലൈ ചെയ്യാം. The electron pairs surrounding the central atom repel each other. As a result, the electron pairs try to stay as far apart as possible to acquire a state of minimum repulsion or maximum stability. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഈ 2 ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോണുകൾ റിപ്പൽ ചെയ്യുന്നു. ഇപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി, കുറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്ത് പറയാ, മോർ സ്റ്റേബിൾ ആകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഇത്
രണ്ട് ബോണ്ട് പെയർ പരമാവധി അകലത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. പരമാവധി അകലത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. Okay, these two electron pairs try to stay as far apart as possible to acquire a state of minimum repulsion or maximum stability. അപ്പോൾ നമുക്കറിയാം ഇവിടെ റിപ്പൾസീവ് ഫോഴ്സ് മിനിമൈസ് ചെയ്യാനുള്ള എളുപ്പ വഴി എന്താ? ഈ രണ്ട് ബോണ്ട് പെയർസ്, സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. ഓക്കെ, ഈ രണ്ട് ബോണ്ട് പെയർസ് എന്ത് ചെയ്യണം? 180 ഡിഗ്രി ആംഗിളിൽ ഓറിയന്റ് ചെയ്യണം, ലൈക്ക് ദിസ്. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്താ? അപ്പോ ഷേപ്പ് എന്താവും? ലീനിയർ ഷേപ്പ് ആവും. ലീനിയർ ഷേപ്പ്. അപ്പോ BeCl2 adopt acquire linear shape with bond angle 180 degree. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണെങ്കിൽ അതിന്റെ ഷേപ്പ് ലീനിയർ ഷേപ്പ് ആണ്. ഓക്കെ, ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി ആണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ ജസ്റ്റ് പറയാം. ഇൻ BeCl2 the central atom is beryllium. Beryllium atom has 2 electrons in its valence shell. Then beryllium shares its 2 electron with the two chlorine atoms. Yes, hence in BeCl2 the central beryllium atom is surrounded by 2 bond pairs of electrons. Then according to VSEPR theory, to minimize repulsion, these 2 bond pairs of electron, okay, attains an angle 180 degree and it acquire linear shape. To minimize the repulsion, the BeCl2 attains linear shape, acquire linear shape with the bond angle 180 degree. Next example, BF3 boron trifluoride. In BF3 the central atom is boron, its atomic number is 5, electronic configuration 2,3. Then we can say that in BF3 the central boron atom has 3 electrons in its valence shell. BF3 le central atom ആയ ബോറോണിന്റെ വാലൻസ് ഷെല്ലിൽ 3 electrons ഉണ്ട്. In the formation of BF3, each of these valence electron is shared to each of 3 fluorine atoms. അപ്പോൾ BF3യിലെ ഈ 3 വാലൻസ് ഇലക്ട്രോണുകൾ എന്ത് ചെയ്തു? ഫ്ലൂറിൻ ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളുമായിട്ട് ഷെയർ ചെയ്യും. Okay, that means what? In BF3 the central boron atom is surrounded by 3 bond pairs of electron. Then according to VSEPR theory, these 3 bond pairs of electrons repel each other. Then yes, these 3 bond pairs of electrons try to stay as far apart as possible to acquire a state of minimum repulsion or maximum stability. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ 3 ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോണുകൾ റിപ്പൽ ചെയ്യുന്നു. അങ്ങനെ റിപ്പൾസീവ് ഫോഴ്സ് പരമാവധി കുറക്കാൻ വേണ്ടി ഈ 3 ബോണ്ട് പെയർ പരമാവധി അകലത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അപ്പോ ഇത് എക്വയർ ചെയ്യുന്ന ഷേപ്പ് അപ്പോൾ എന്താ? ട്രയഗണൽ പ്ലാനാർ ഷേപ്പ് ആണ്. ട്രയഗണൽ പ്ലാനാർ ഷേപ്പ് വിത്ത് ബോണ്ട് ആംഗിൾ 120 degree. We can say that yes, in BF3 the central boron atom is surrounded by 3 bond pairs of electrons. Then according to VSEPR theory, to minimize repulsion, these 3 bond pairs of electron directed towards
three corners of an equilateral triangle with a bond angle 120 degree. Then അങ്ങനെയാണ് ബി എഫ് ത്രീന്റെ ഷേപ്പ് എന്താ? BF3 acquire trigonal planar shape, and its bond angle is 120 degree. Okay? ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും രണ്ട് ബോണ്ട് പെയർ ആണ് ഉള്ളതെങ്കിൽ ആ മോളിക്യൂളിന്റെ ഷേപ്പ് ലീനിയർ ആണ്. അതുപോലെ ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും മൂന്ന് ബോണ്ട് പെയർ ആണ് ഉള്ളതെങ്കിൽ ഓക്കെ ആ മോളിക്യൂളിന്റെ ഷേപ്പ് ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ് ആണ്. ബോണ്ട് ആംഗിൾ അവിടെ 120 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. CH4 മീഥൈൻ. CH4ലുള്ള സെൻട്രൽ ആറ്റം കാർബൺ ആണ്. കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ് നമുക്കറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4 ആണ്. അപ്പോൾ CH4ലെ സെൻട്രൽ ആറ്റമായ കാർബണിന്റെ വാലൻസ് ഷെല്ലില് 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഈ 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? 4 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്തു ബൈ ഷെയറിംഗ് ഇറ്റ്സ് 1 ഇലക്ട്രോൺ. Okay, that means in CH4 the central carbon atom is surrounded by the 4 pairs of electrons, 4 bond pairs of electrons. Then these 4 bond pairs of electrons repel each other, and to minimize repulsion, these 4 bond pairs of electrons directed towards 4 corners of a tetrahedron. 4 corners of a tetrahedron, yes, with a bond angle 109 degree 28 minutes. അപ്പോൾ CH4ൽ എന്താണ്? കാർബണിന് ചുറ്റുമുള്ള 4 ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺ ഒരു ടെട്രാഹെഡ്രണിന്റെ 4 കോർണറിലേക്ക് ഡയറക്റ്റ് ചെയ്തു, റിപ്പൾസീവ് ഫോഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇത് അഡോപ്റ്റ് ചെയ്യുന്ന ഷേപ്പ് എന്താ? ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. ടെട്രാഹെഡ്രൽ ഷേപ്പ്, ആൻഡ് ഹിയർ ദ ബോണ്ട് ആംഗിൾ ഈസ് 109 ഡിഗ്രി 28 മിനിറ്റ്. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയർസ് 4 ബോണ്ട് പെയർസ് ആണെങ്കിൽ ആ മോളിക്യൂളിന്റെ ഷേപ്പ് ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. അപ്പോൾ CH4ന്റെ ഷേപ്പ് ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇവിടെ നോക്കുക. അപ്പോൾ CH4 സെൻട്രൽ കാർബൺ ആറ്റം, the carbon atom is bonded with 4 hydrogen atom. Okay, yes. അപ്പോൾ ഇവിടെ 4 CH ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇതിവിടെ നിങ്ങൾക്ക് 4 CH ബോണ്ടുകൾ കാണാം അല്ലെ? ഈ 4 CH ബോണ്ടുകളിൽ 2 CH ബോണ്ട് ലൈ ചെയ്യുന്നത് സെയിം പ്ലെയിനിലാണ്. ഒരു CH ബോണ്ട് ലൈ ചെയ്യുന്നത് നിങ്ങളുടെ നേരെയാണ്, ടുവേർഡ്സ് ദ ഒബ്സർവർ. ഈ CH ബോണ്ട് ലൈ ചെയ്യുന്നത് എവേ ഫ്രം ദ ഒബ്സർവർ, നിങ്ങളിൽ നിന്നും അകലെയാണ് അല്ലെ? അപ്പോൾ ഇവിടെ നമുക്ക് ഇമാജിനറി ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഇവയെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇമാജിനറി ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഷേപ്പ് എന്തായിരിക്കും എന്ന് പറയുമോ? ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. ഇവിടെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. PCl5 ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. PCl5ലെ സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന്റെ ആറ്റോമിക് നമ്പർ 15, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 285. ഇപ്പോൾ ഫോസ്ഫറസിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 5 ആണ്. ഇപ്പൊ ഫോസ്ഫറസ് എന്ത് ചെയ്തു? ഈ 5 വാലൻസ് ഇലക്ട്രോൺസിനെ 5 ക്ലോറിൻ ആറ്റവുമായി ഷെയർ ചെയ്തു അല്ലെ? ഇപ്പോ ഇവിടെ എന്താണ്? മ്യൂച്വൽ ഷെയറിംഗ് നടന്നു. ഓക്കെ, അപ്പോ PCl5ലെ സെൻട്രൽ ഫോസ്ഫറസ് ആറ്റത്തിന് ചുറ്റുമുള്ള ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാ? 5 ആണ്. യെസ്.
അത് നമുക്ക് എന്ത് പറയാം, ഇതില് 5 PCl ബോണ്ട് ഉണ്ട് അല്ലെ. PCl5 5 PCl സിംഗിൾ ബോണ്ട് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ VSEPR തിയറി പ്രകാരം റിപ്പൾസീവ് ഫോഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു അറിയോ, ഈ 5 PCl ബോണ്ടില് 3 PCl bonds okay directed towards 3 corners of an equilateral triangle. Okay, and these 3 PCl bond lies in the same plane. ഈ 3 PCl bond ലൈ ചെയ്യുന്നത് സെയിം പ്ലെയിനിലാണ്, എ ട്രയാങ്കുലാർ പ്ലെയിനിലാണ്. ഒരേ പ്ലെയിൻ ലൈ ചെയ്യുന്ന ഈ 3 PCl ബോണ്ടിനെ ഇക്വറ്റോറിയൽ ബോണ്ട് എന്ന് വിളിക്കുന്നു. ഇക്വറ്റോറിയൽ ബോണ്ട്. ഓക്കെ, യെസ്, ഇക്വറ്റോറിയൽ ബോണ്ട്. ഇവ തമ്മിലുള്ള ആംഗിള് 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രിയാണ്. ഓക്കെ, യെസ്. അപ്പൊ നോക്കുക, ലൈക്ക് ദിസ് സെൻട്രൽ ആറ്റം ഫോസ്ഫറസ്. Okay, so phosphorus is bonded with 3 chlorine atom. The 3 PCl bond lies in the same plane of a triangle. Okay, 3 PCl bond ഒരേ പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. ആംഗിൾ 120 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ. ഓക്കെ, ഇനി ബാക്കിയുള്ള 2 PCl bonds നോക്കുക. യെസ്, lies perpendicular to this plane. One PCl bond lies above the plane and other PCl bond lies below the plane. അപ്പോൾ ഇത് എന്താണ്, ഈ പെർപെൻഡിക്കുലർ ആയിട്ട് ലൈ ചെയ്യുന്ന ഈ PCl ബോണ്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അപ്പോൾ എന്തായിരിക്കും? യെസ്, ഈ PCl ബോണ്ട് ഈ ഇക്വറ്റോറിയൽ ബോണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം അല്ലേ. 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ ആംഗിൾ ഇപ്പോൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഷേപ്പ് ഇമാജിൻ ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് ഒരു ഇമാജിനറി ലൈൻ ഇവിടേക്ക് വരച്ചു, ഇവിടേക്ക് വരച്ചു, ഇവിടേക്ക് വരച്ചു. ഇപ്പൊ മുകളിൽ എന്ത് ഫോം ചെയ്തു? പിരമിഡ് ഫോം ചെയ്തു. ഇതേപോലെ താഴെയും ഫോം ചെയ്യും പിരമിഡ്. ഇവിടുന്ന് ഇവിടത്തേക്കില്ലേ, ഇവിടുന്ന് ഇവിടത്തേക്കില്ലേ, ഇവിടുന്ന് ഇവിടത്തേക്കില്ലേ. അപ്പോ രണ്ട് പിരമിഡ് ഫോം ചെയ്തു. ടു pyramids. Okay, bipyramid, common base. ബേസ് എന്താ? ട്രയാങ്കിൾ ആണ്. അപ്പോൾ PCl5 ഷേപ്പ് നമുക്ക് എന്ത് പറയാം? എന്താണ് PCl5 ഷേപ്പ്? ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പാണ്. PCl5 എക്വേസ് ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. ഓക്കെ, ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. അപ്പോൾ PCl5 ഷേപ്പ് ഓർക്കണം എല്ലാവരും. ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് ആണ്. PCl5 ഷേപ്പ് ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇൻ PCl5 സെൻട്രൽ ഫോസ്ഫറസ് ആറ്റം ഈസ് സറൗണ്ടഡ് ബൈ 5 pairs of electrons. Out of this 5 PCl bonds, 3 PCl bonds lie in the same plane of a triangle, making an angle of 120 degree. These 3 PCl bonds are called equatorial bonds. The remaining 2 PCl bonds lie perpendicular to this plane by making an angle of 90 degree. These 2 PCl bonds are called axial bonds. Okay, yes, hence PCl5 acquire trigonal bipyramidal shape. Next example, SF6 sulfur hexafluoride. ഇവിടെ സെൻട്രൽ ആറ്റം സൾഫർ ആണ്. ആറ്റോമിക് നമ്പർ 16. ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 286. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം സൾഫറിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 6 ആണ്. സൾഫർ ഈ 6 ഇലക്ട്രോൺസിനെ ഓക്കെ
6 ഫ്ലൂറിൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്തു. ഓക്കെ, യെസ്, ലൈക്ക് ദിസ്. അപ്പോൾ SF6 സെൻട്രൽ ആറ്റമായ സൾഫറിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാ? 1 2 3 4 5 6. ഇപ്പൊ നമുക്ക് പറയാം, in SF6 the central sulfur atom is surrounded by 6 bond pairs of electrons. Then according to VSEPR theory, to minimize repulsion, these 6 bond pairs of electrons or these 6 SF bonds directed towards the 6 corners of an octahedron. ഒരു ഒക്ടാഹെഡ്രണിന്റെ 6 കോർണറിലേക്ക് ഡയറക്റ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഇവിടെ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണ് ഒക്ടാഹെഡ്രൽ ഷേപ്പിന്റെ പ്രത്യേകത. ഒക്ടാഹെഡ്രൽ ഷേപ്പിന് ഒക്ടാഹെഡ്രൽ 8 അല്ലേ, 8 ട്രയാങ്കുലർ ഫേസസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒക്ട എന്നത് അതിലുള്ള ഫേസിന്റെ എണ്ണമാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു ഫേസിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം, ലൈക്ക് ദിസ്. ഇത്തരത്തില് 8 ട്രയാങ്കുലർ ഫേസിലുള്ള ജോമെട്രിയാണ് ഒക്ടാഹെഡ്രൽ ജോമെട്രി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒക്ട എന്നത് ഒരിക്കലും കോർണേഴ്സിന്റെ എണ്ണമല്ല, ഫേസുകളുടെ എണ്ണമാണെന്ന് എല്ലാവരും ഓർക്കുക. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ we can say in SF6 the central sulfur atom is surrounded by 6 bond pairs of electron. Then according to VSEPR theory, to minimize repulsion, these 6 SF bonds directed towards the 6 corners of an octahedron, making an angle of 90 degree. Then we can say that SF6 acquires octahedral shape. Octahedral shape. Okay. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോണ്ട് പെയറും ലോൺ പെയറുമുള്ള മോളിക്യൂൾസിന്റെ ഷേപ്പാണ്. Shapes of molecule containing bond pairs and lone pairs on the basis of VSEPR theory. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ NH3 അമോണിയ മോളിക്യൂൾ ആണ്. നൈട്രജൻ ആറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,5 ആണ്. അപ്പൊ നൈട്രജന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 5 ആണ് അല്ലെ. ഈ 5 ഇലക്ട്രോൺസില് 3 ഇലക്ട്രോൺസിനെ 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. ഓക്കെ, ലൈക്ക് ദിസ്. അപ്പോ ഇവിടെ അമോണിയയിലെ സെൻട്രൽ ആറ്റമായ നൈട്രജന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണം എത്രയാ? 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും. അപ്പൊ ആകെ എത്ര പെയറുണ്ട്? 4 പെയർ അല്ലേ. 4 പെയറാണെങ്കിൽ നമുക്കറിയാം VSEPR തിയറി പ്രകാരം മോളിക്യൂളിന്റെ ഷേപ്പ് എന്താ? ടെട്രാഹെഡ്രൽ ഷേപ്പാണ് അല്ലെ. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന ഷേപ്പ് അപ്പൊ എന്താ? ലൈക്ക് ദിസ്. ലോൺ പെയർ 3NH ബോണ്ട്, ടെട്രാഹെഡ്രൽ ഷേപ്പ്. പക്ഷേ നമുക്കറിയാം ലോൺ പെയറിന് എന്താ പറയാ, ലോൺ പെയറിന് സ്ട്രോങ് റിപ്പൾസീവ് ഇന്ററാക്ഷൻ, സ്ട്രോങ് റിപ്പൽഷൻ ചെലുത്താനുള്ള കഴിവുണ്ട്. അതാണ് VSEPR തിയറിയിലെ തേർഡ് പോയിന്റ് പറയുന്നത്. ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ അഡീഷൻ ടു ബോണ്ട് പെയർ കോസസ് സർട്ടൻ ഡിസ്റ്റോർഷൻ ഇൻ ദ റെഗുലർ ഷേപ്പ് ഓഫ് മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ ബോണ്ട് പെയറിനെ കൂടാതെ ലോൺ പെയർ ഉണ്ടെങ്കിൽ അത് മോളിക്യൂളിന്റെ റെഗുലർ ഷേപ്പിൽ, ശരിക്കുള്ള ഷേപ്പിൽ വ്യതിയാനത്തിന് കാരണമാകും, ഡിസ്റ്റോർഷന് കാരണമാകും. യെസ്, ഇവിടെ അമോണിയയിൽ ഒരു ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ എക്സേർട്ട് സ്ട്രോങ് റിപ്പൽഷൻ. ഇപ്പൊ ലോൺ പെയർ എക്സേർട്ട് ചെയ്യുന്ന ഈ സ്ട്രോങ് റിപ്പൽഷനാൽ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ? The 3 bond pair or the 3NH bonds come closer. The 3NH bonds come closer and shape distorted to pyramidal, yes, making an angle of 107 degree.
അപ്പോൾ ലോൺ പെയർ എക്സേർട്ട് ചെയ്യുന്ന സ്ട്രോങ് റിപ്പൽഷനാൽ 3 NH ബോണ്ടുകൾ അടുത്തേക്ക് വരുന്നു. അങ്ങനെ ഷേപ്പിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നു, വ്യതിയാനം സംഭവിക്കുന്നു. ടെട്രാഹെഡ്രൽ ഷേപ്പിൽ നിന്നും പിരമിഡൽ ഷേപ്പിലേക്ക് ഷേപ്പിൽ മാറ്റം സംഭവിക്കുന്നു. അപ്പൊ ഇവിടെ അമോണിയയുടെ ഷേപ്പ് അപ്പൊ പിരമിഡൽ ഷേപ്പാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഒരു മോളിക്യൂളിൽ ഒരു ലോൺ പെയറും 3 ബോണ്ട് പെയറുമാണെങ്കിൽ ആ മോളിക്യൂളിന്റെ ഷേപ്പ് എന്താ? പിരമിഡലാണ്. അപ്പൊ ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി ആണ്. അപ്പോൾ അമോണിയ മോളിക്യൂൾ acquires pyramidal shape with a bond angle 107 degree. The last example, formation of water molecule. Next example, water. Water is central atom oxygen. Oxygen atomic number 8, electronic configuration 2,6. അപ്പോൾ വാട്ടറിലെ സെൻട്രൽ ആറ്റമായ ഓക്സിജന് ചുറ്റുമുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 6 ആണ്. ഈ 6ൽ 2 ഇലക്ട്രോൺസിനെ 2 ഹൈഡ്രജനുമായിട്ട് സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ യൂസ് ചെയ്തു. The remaining 2 pair exist as lone pair. അപ്പോൾ എന്തായാലും വാട്ടറിൽ സെൻട്രൽ ഓക്സിജൻ ആറ്റത്തിന് ചുറ്റും 2 ബോണ്ട് പെയർ ഉണ്ട്, 2 ലോൺ പെയർ ഉണ്ട്, ടോട്ടൽ 4 പെയർസ് ഉണ്ട്. അപ്പൊ ഇവിടെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഷേപ്പ് ടെട്രാഹെഡ്രൽ ഷേപ്പ് തന്നെയാണ്. പക്ഷേ വാട്ടറിൽ ഈ 3 ടൈപ്പ് ഇന്ററാക്ഷൻസും പോസിബിൾ ആണ്. ലോൺ പെയർ റിപ്പൽഷൻ, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ, bond pair repulsion. Then the shape distorted to V shape or bend shape. With the bond angle 104.5 degree. Water in the shape V shape or bend shape ആണ്. ശ്രദ്ധിക്കുക, in water the central oxygen atom is surrounded by 2 bond pairs and 2 lone pairs of electron. Hence in water the 3 types of interactions are possible: lone pair bond pair and bond pair. Then the shape distorted to V shape or bend shape with the bond angle 104.5 degree. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഒരു മോളിക്യൂളിൽ 2 ബോണ്ട് പെയർ മാത്രമാണ് ഉള്ളതെങ്കിൽ ഷേപ്പ് എന്താ? ലീനിയർ അല്ലേ? എക്സാമ്പിൾ BeCl2. 3 ബോണ്ട് പെയർ ആണെങ്കിൽ ഷേപ്പ് ട്രയാഗണൽ പ്ലാനാർ. എക്സാമ്പിൾ BF3, ബോണ്ട് ആംഗിൾ ഈസ് 120 ഡിഗ്രി. ലീനിയർ ആകുമ്പോൾ ബോണ്ട് ആംഗിൾ എത്രയാ? 180 ഡിഗ്രിയാണ് അല്ലേ? അതുപോലെ ഒരു മോളിക്യൂളിൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 4 ബോണ്ട് പെയർ ആണെങ്കിൽ ആ മോളിക്യൂളിന്റെ ഷേപ്പ് ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. എക്സാമ്പിൾ CH4, ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 5 ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ, 5 ബോണ്ട് പെയർസ് ആണെങ്കിൽ ഷേപ്പ് ട്രയാഗണൽ ബൈ പിരമിഡൽ ഷേപ്പാണ്. എക്സാമ്പിൾ BCl5, ഇവിടെ 2 ബോണ്ട് ആംഗിൾ പോസിബിൾ ആണ് അല്ലേ? എന്തൊക്കെയാ? 120 ഡിഗ്രിയും 90 ഡിഗ്രിയും നമുക്കറിയാം. നെക്സ്റ്റ്, ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 6 ബോണ്ട് പെയർസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ ആ മോളിക്യൂളിന്റെ ഷേപ്പ് ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണ്. എക്സാമ്പിൾ SF6, ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി.
അടുത്തത് ഒരു മോളിക്യൂളിൽ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമാണുള്ളതെങ്കിൽ ഷേപ്പ് പിരമിഡലാണ്. ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി. എക്സാമ്പിൾ അമോണിയ. ഇനി ഒരു മോളിക്യൂളിൽ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറുമാണുള്ളതെങ്കിൽ ഷേപ്പ് വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പാണ്. ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രിയാണ്. എക്സാമ്പിൾ വാട്ടർ. വാട്ടറിലെ HOH ബോണ്ട് ആംഗിൾ വെരി ഇമ്പോർട്ടൻറ്റ് 104.5 ഡിഗ്രി. വാട്ടറിൻ്റെ ഷേപ്പ് വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പാണ്. ഓക്കെ സ്റ്റുഡൻസ്, എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ വാലൻസ് ബോണ്ട് തിയറിയുടെ അടിസ്ഥാനത്തിൽ കോവാലന്റ് ബോണ്ട് ഫോർമേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഗുഡ് ബൈ, സ്റ്റഡി ബൈ.